ഹായ്, ഒരു ചിക്കൻ പുലാവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ പുലാവാണിത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു സൂപ്പ് കാണിക്കുന്നുണ്ട്, അതുപോലെ ഇതിലേക്കുള്ള ചട്നിയും കാണിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള പുലാവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ക്യാരറ്റും ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകാതെ എന്നാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കാകുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരിയെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ക്യാരറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി റൈസിൻസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കളറിലുള്ള ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ബ്ലാക്കും എടുത്തിട്ടുണ്ട്, ഗോൾഡൻ റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇതിൽ മുന്തിരി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. കാഷ്യൂ നട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. മുന്തിരി അത്യാവശ്യം നന്നായിട്ട് തന്നെ മുന്തിരി ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ച് മധുരമൊക്കെ ഉള്ള ഒരു പുലാവാണ്. മുന്തിരി ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മുന്തിരി ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഈ എണ്ണയിൽ തന്നെ ഇനി സവാളയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിൽ കുറച്ച് ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഓയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഈ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഈ ഉള്ളിയുമായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ആവുന്ന പോലെ നന്നായിട്ട് തന്നെ വരും. തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മാത്രം മതി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് എരിവൊന്നും ഈ ഒരു പുലാവിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി ചിക്കൻ്റെ ക്യൂബാണ് ചേർക്കുന്നത്, മാഗി ക്യൂബാണ് ചേർക്കുന്നത്. ഇതേപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് ചിക്കൻ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഉള്ളിയുടെ കളറ് വെച്ചിട്ട് കുറച്ച് കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 കപ്പ് അരിയാണ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ്റെ വെള്ളം ഉണ്ടാവും. ചിക്കൻ കുറച്ചൊന്ന് കുക്കായി കഴിയുമ്പോൾ, കുറച്ചല്ല നന്നായിട്ട് തന്നെ കുക്കായി കഴിയുമ്പോഴാണ് ഇതിൽ നിന്ന് കോരി മാറ്റുന്നത്. ഒരു 10 മിനിറ്റ് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പൊടിയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ജീരകവും ഏലക്കയൊക്കെ മാത്രമേ ഈ ഒരു പുലാവിലേക്ക് അതിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലേക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചിക്കൻ സ്റ്റോക്കൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കുന്നില്ല. ചിക്കൻ കുക്കായെന്ന് നോക്കിയിട്ട് ഇതിൽ നിന്ന് ചിക്കൻ എല്ലാം അങ്ങ് എടുത്തു മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് അരി 1 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ നമ്മൾ മന്തിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അരി വേവുന്നതനുസരിച്ചിട്ട് വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ 1/2 കപ്പ് കൂടെയൊക്കെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളം ചേർക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ അരി ചേർത്തിട്ടുള്ളത് കൊണ്ട് അരിയിലേക്കുള്ള ഉപ്പ് കൂടി വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. ഈ ഏലക്കയുടെയൊക്കെ ആ ഫ്ലേവർ അരിയിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഈ ഏലക്ക എടുത്ത് മാറ്റാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് മധുരമുള്ള ഒരു റൈസാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. സാധാരണ ഈ ഒരു പുലാവിലേക്ക് കുറച്ച് പഞ്ചസാര ക്യാരമൽ ചെയ്ത് ചേർക്കാറുമുണ്ട്. ഞാനിപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ റൈസിൻസൊക്കെ കൂടുതലായിട്ട് ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മധുരം ഉണ്ടാവും. കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോറൊന്നും ഒരുപാട് ഉടഞ്ഞൊന്നും പോകാൻ പാടില്ല. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുക. ഒരു സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും റൈസിൻസും ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ലെയറായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ലാസ്റ്റ് ഇത് കോരി മാറ്റിയിട്ട് റൈസ് എല്ലാം മിക്സ് ആക്കിയിട്ട് അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള ആ ഒരു ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം ഇത് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാനായിട്ട്. എൻ്റെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഫോയിൽ കവർ ചെയ്യാഞ്ഞത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് മുകളിൽ നിന്ന് നമ്മൾ ആ ക്യാരറ്റും റൈസിൻസും ചിക്കനും ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പുലാവ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണ്. ഒരുപാട് എരിവൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചട്നിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എരിവില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുറച്ച് ക്യാരറ്റും റൈസിൻസും ഒക്കെ വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി എടുത്താലും മതി. ചിക്കൻ സൂപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കനും ക്യാരറ്റും ഒരു മാഗി ക്യൂബ് കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2-3 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ആ ചിക്കൻ പീസസ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ എല്ല് കളഞ്ഞിട്ട് ആ ഒരു
അതിലുള്ള മാംസം മാത്രം ഒന്ന് പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോകുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ സ്റ്റോക്കും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലൊക്കെ മാറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് തിക്കാവാനായിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളത്തോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ, ആ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇട്ട് കഴിഞ്ഞാൽ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മന്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലുള്ള ഒരു ചട്നിയാണ് റെഡിയാക്കുന്നത്. കുറച്ച് പുതിനയും മല്ലിയിലയും തക്കാളിയും ആവശ്യത്തിന് ഉപ്പും എരിവിനനുസരിച്ചിട്ടുള്ള മുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഇതിലേക്കുള്ള മുളകൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്